പ്രപഞ്ചത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ സൂപ്പർ സ്ട്രക്ചർ ജ്യോതിശാസ്ത്രജ്ഞർ അടുത്തിടെ കണ്ടെത്തിയിരിക്കുന്നു. ജർമ്മനിയിലെ മ്യൂണിക്കിലുള്ള മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫിസിക്സിലെ ഹാൻസ് ബോഹ്റിംഗറും സഹപ്രവർത്തകരും ഈ പ്രപഞ്ചഘടനയ്ക്ക് ക്വിബു എന്നു പേരിട്ടു. ഇൻക നാഗരികതയുടെ പുരാതന അളവെടുപ്പ് സമ്പ്രദായത്തിൽ നിന്നാണ് ക്വിബു എന്ന പേര് പ്രചോദനം ഉൾക്കൊണ്ടത്. ഈ ഉപരിഘടനയ്ക്ക് 200 ക്വാഡ്രില്യൺ സൗരപിണ്ഡ ഭാരമുണ്ട്. ഇതിന് 1.3 ബില്യൺ പ്രകാശവർഷത്തിലധികം നീളമുണ്ട്. അതായത് ഇതിന് നമ്മുടെ താരാപഥമായ ആകാശഗംഗയുടെ 13,000 മടങ്ങ് നീളമാണുള്ളതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ക്വിബുവിൻ്റെ വീതി ഏകദേശം 130 കോടി പ്രകാശവർഷമാണ്. ഇതോടെ ഇത് പ്രപഞ്ചത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ സൂപ്പർ സ്ട്രക്ചറായി മാറുന്നു. എന്താണ് ഈ സൂപ്പർ സ്ട്രക്ചർ? ഗാലക്സി ക്ലസ്റ്ററുകളും സൂപ്പർ ക്ലസ്റ്ററുകളും ഉൾക്കൊള്ളുന്ന ഭീമൻ ഘടനകളാണ് സൂപ്പർ സ്ട്രക്ചറുകൾ. അവയുടെ ഭാരവും വലിപ്പവും വളരെയേറെയാണ്. അവ പ്രപഞ്ചത്തിൻ്റെ പരിണാമത്തെയും അതിൻ്റെ നിലവിലെ ഘടനയെയും വെല്ലുവിളിക്കുന്നു. ചില ഉപരിഘടനകൾ വളരെ വലുതാണ്. അവയ്ക്ക് നമ്മുടെ പ്രപഞ്ച മോഡലുകളെ പോലും തകർക്കാൻ കഴിയും. ഗവേഷകരുടെ അഭിപ്രായത്തിൽ പ്രപഞ്ചത്തിൻ്റെ ആകെ വ്യാപ്തത്തിൻ്റെ 13% ഈ ഉപരിഘടനകൾ ഉൾക്കൊള്ളുന്നതായി ലൈവ് സയൻസ് റിപ്പോർട്ട് ചെയ്യുന്നു. ക്ലാസിക്കൽ ക്ലസ്റ്റർ സർവേ ഉപയോഗിച്ച് മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ശാസ്ത്രജ്ഞനായ ഹാൻസ് ബ്രോഹിംഗറും ക്വിബുവിനെ കണ്ടെത്തിയത്. എക്സ്റേ ഗാലക്സി ക്ലസ്റ്ററുകളിലൂടെ ക്വിബു ഉൾപ്പെടെ 4 സൂപ്പർ സ്ട്രക്ചറുകളെ സംഘം തിരിച്ചറിഞ്ഞു. ഗാലക്സി ക്ലസ്റ്ററുകളിൽ ആയിരക്കണക്കിന് ഗാലക്സികൾ അടങ്ങിയിരിക്കുന്നു. അവയിലെ ചൂടുള്ള വാതകം എക്സ്റേകൾ പുറപ്പെടുവിക്കുന്നു. ഈ എക്സ്റേ ഉദ്വമനം അളക്കുന്നതിലൂടെയാണ് ശാസ്ത്രജ്ഞർ ഏറ്റവും സാന്ദ്രതയുള്ള പ്രദേശങ്ങൾ കണ്ടെത്തിയത്. ഈ സാങ്കേതിക വിദ്യയിലൂടെ ക്വിബു ഒരു നീണ്ട ഫിലമെൻ്റ് ആണെന്നും അതിൽ കൂടുതൽ ഫിലമെൻറ്റുകൾ ഘടിപ്പിച്ചിട്ടുണ്ടെന്നും ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ക്വിബു പോലുള്ള ഉപരിഘടനകൾ പ്രപഞ്ച സംഭവങ്ങളെയും നമ്മുടെ പ്രപഞ്ച മാതൃകകളെയും സ്വാധീനിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെയും ഘടനയെയും വിശദീകരിക്കുന്ന മുൻനിര മാതൃകകളാണ് ലാംഡ CDM മോഡൽ. ലാംഡ CDM മോഡലിനെ അടിസ്ഥാനമാക്കിയുള്ള സിമുലേഷനുകൾക്ക് ക്വിബു പോലുള്ള സൂപ്പർ സ്ട്രക്ചറുകൾ നിർമ്മിക്കുവാൻ കഴിയുമെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. നമ്മുടെ നിലവിലെ പ്രപഞ്ച മാതൃക ശരിയായ പാതയിലാണെന്ന് ഇത് കാണിക്കുന്നു. പക്ഷേ ഈ ഭീമൻ ഘടനകളെക്കുറിച്ച് നമ്മൾ ഇനിയും നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. ക്വിബു പോലുള്ള ഉപരിഘടനകൾ ശാശ്വതമല്ലെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഭാവിയിൽ ഇവ നിരവധി ചെറിയ ക്ലസ്റ്ററുകളായി വിഭജിക്കപ്പെടുമെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.